പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹമേറിയ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ അവനെ അസ്വസ്ഥമാക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് ഒരുപക്ഷെ രോഗങ്ങളാകാം, സാമ്പത്തികമായ പ്രശ്നങ്ങളാകാം, എത്രമാത്രം അധ്വാനിച്ചിട്ടും അതിൻ്റെതായൊരു ഫലം കാണുന്നില്ല എന്നുള്ള കാര്യമാകാം, തലമുറയെക്കുറിച്ചുള്ള ആകുലതകൾ തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ മനുഷ്യനെ അസ്വസ്ഥമാക്കുന്നത്. എന്നാൽ ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തുവിലൂടെ ശാശ്വതമായ പരിഹാരം പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിലും, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിലും, ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും നാം വായിക്കുന്ന ഒരു രക്തസ്രവക്കാരിയുടെ കാര്യമുണ്ട്. നീണ്ട 12 വർഷങ്ങളായി താൻ ശാരീരികമായി സൗഖ്യമില്ല. നോക്കി, കാലഘട്ടം എത്രയായി? 12ഓളം വർഷങ്ങൾ. മറ്റൊരു വ്യക്തിയെ കാണാൻ കഴിയുന്നു, കൂനിയായൊരു സ്ത്രീയാണ്, ദീർഘമായ 18 വർഷങ്ങൾ. മറ്റൊരാളെ കാണാൻ കഴിയുന്നു, 38ഓളം വർഷങ്ങളായി, 36, 38 വർഷങ്ങൾ. മറ്റൊരാൾ 40-ലധികം വയസ്സ് പ്രായമുള്ള ഒരു മനുഷ്യൻ. ഇങ്ങനെയുള്ളവരെയൊക്കെ ജീവിതത്തിൽ യേശുക്രിസ്തുവിലൂടെയുള്ള അത്ഭുതകരമായ സൗഖ്യം അവർക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞത് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ രക്തസ്രവക്കാരിയുടെ കാര്യത്തിൽ തന്നെ ദീർഘമായ കാലഘട്ടങ്ങളിലൂടെയുള്ള ചികിത്സയ്ക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ല. അതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്ന ചില വാക്കുകൾ ഇങ്ങനെയാണ്: പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ചു. നോക്കിയേ, എത്രയോ ഇടത്ത് ചികിത്സിച്ചിട്ടും ആ ചികിത്സ കൊണ്ടൊന്നും താൻ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അടുത്തത്, തൻ്റെ മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു എന്നാണ് കാണുന്നത്. അതായത് സാമ്പത്തികമായി തനിക്കുണ്ടായിരുന്നതെല്ലാം ചെലവിട്ടു, എന്നിട്ടും പ്രതീക്ഷിച്ച രോഗസൗഖ്യം ലഭിപ്പാൻ കഴിഞ്ഞില്ല. അടുത്തത് കാണുന്നത്, ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാഞ്ഞവളെന്ന്. നല്ല പ്രതീക്ഷയായിരുന്നു. ഓരോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ വൈദ്യന്മാരെ കാണുമ്പോഴൊക്കെ ഇന്ന് വിടുതലാണ്, ഇന്ന് സൗഖ്യമാണെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ആ പ്രതീക്ഷകൾക്ക് ഒരു പരിഹാരം, അല്ലെങ്കിൽ തൻ്റെ പ്രതീക്ഷ പോലുള്ള വിടുതൽ കാണാൻ കഴിഞ്ഞില്ല. 5-ാമത്തെ ഭാഗമായി കാണാൻ കഴിയുന്ന, തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വന്നില്ല എന്ന്. ദീർഘമായ വർഷങ്ങളായിട്ടും ഒരല്പം പോലും അതിൽ വ്യത്യാസമില്ല എന്നുള്ളത് കാണുകയാണ്. 6-ാമത്തെ കാര്യം, ഏറ്റവും പരവശയായി തീർന്നിരുന്നു എന്നാണ്. ഏറ്റവും പരവശയായി തീർന്നു എന്ന് പറഞ്ഞാൽ സഹിക്കാവുന്നതിനപ്പുറമാണ്. ആ ഒരു കണ്ടീഷനിലായി അവൾ യേശു കർത്താവിൻ്റെ വർത്തമാനം കേൾപ്പാനിടയായി. യേശു കർത്താവിനെ കുറിച്ച് കേട്ട ആ സാധു സ്ത്രീ തൻ്റെ ഹൃദയത്തിൽ യേശുവിനെ വിശ്വസിപ്പാനിടയായി. യേശു ക്രിസ്തുവിൻ്റെ ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലയിലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന് ആത്മാർത്ഥമായ ഹൃദയത്തിൽ വിശ്വസിച്ച് അവൾ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ടു. അവിടെ കാണുന്നത്, യേശു കർത്താവിൻ്റെ പിന്നിലൂടെ വന്ന് കർത്താവിനെ ഒന്ന് തൊട്ടു. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പിറകിൽ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു, ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി. സ്തോത്രം. വർഷങ്ങളുടെ പഴക്കത്താൽ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഒരു പക്ഷേ മെഡിക്കൽ സയൻസ് റിസൾട്ട് ഇല്ല എന്ന് പറയുന്ന വിഷയത്തിനും അത്ഭുതകരമായ വിടുതൽ നൽകാൻ നമ്മുടെ കർത്താവിന് കഴിയും. സ്തോത്രം. രോഗിക്ക് പൂർണ്ണമായ ആരോഗ്യവും ശാരീരികവും മാനസികവുമായ സ്വസ്ഥതയും മടക്കി കിട്ടുന്നതാണ് സൗഖ്യം. സങ്കീർത്തനം 103:3 പറയുന്നു, നിന്റെ സകല രോഗങ്ങളെയും കർത്താവ് സൗഖ്യമാക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിലും ആ സൗഖ്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ഇന്ന് യേശുക്രിസ്തുവിലൂടെ പരിപൂർണമായ സൗഖ്യം പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, ഈ അനുഗ്രഹമേറിയ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, രോഗികളും ക്ഷീണിതരുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർ വിശേഷാൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പരിപൂർണ സൗഖ്യം കൽപ്പിച്ച് ആരോഗ്യത്തോടെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമായി നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കൈക്കൊണ്ടനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ തുല്യനാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.